നമോ ഭഗവതേ വാസുദേവായ. ദശകം 8, ശ്ലോക 8. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനഃ അദ്വിതീയേ കാലാഖ്യശക്തിഃ പ്രഥമ പ്രബുദ്ധാ പ്രാബോധയത്വാം കില വിശ്വനാഥ. ചതുർ 4, യുഗാണാം യുഗങ്ങൾ, ച ആ ബ്രഹ്മാവിൻ്റെ ഒരു രാത്രിയെ കുറിക്കുന്നു. സഹസ്രം 1000, ഏവം ഇങ്ങനെ, ത്വയി സാക്ഷാൽ ഭഗവാൻ വിഷ്ണു, പ്രസുപ്തേ യോഗനിദ്രയിൽ ആണ്ട്, പുനഃ വീണ്ടും, അദ്വിതീയേ പ്രപഞ്ചം ബ്രഹ്മം ഒന്നായി ആ പരബ്രഹ്മസ്വരൂപമായി നിലകൊള്ളുന്ന കാലാഖ്യ ശക്തി, കാലം എന്ന ശക്തി, പ്രഥമ ആദ്യം, പ്രബുദ്ധ ഉണർന്ന്, പ്രബോധയത് ഉണർത്തുകയും, ത്വം ഭഗവാനെ, കില ചെയ്തു, വിശ്വനാഥ ഈ ലോകത്തിലെല്ലാം ഈശ്വരനായി ഭവിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു. ഇവിടെ ഈ അധ്യായത്തിൽ നമ്മൾ പ്രളയവർണ്ണത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ ഭഗവാൻ അങ്ങനെ യോഗനിദ്രയിൽ ആണ്ടു. അതുപോലെ തന്നെ ബ്രഹ്മാവ് യോഗനിദ്രയിൽ ആണ്ടപ്പോൾ ആ പ്രപഞ്ചത്തെ മുഴുവനും ഭഗവാന്റെ നാഭിയായ സമുദ്രത്തിലാണ് ലയിപ്പിച്ചത്. അങ്ങനെ 4 യുഗങ്ങളെ ബ്രഹ്മാവിൻ്റെ ഒരു രാത്രിക്ക് സമമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെ 1000 രാത്രികൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയും 1000 പകലുകൾ കഴിഞ്ഞു പോവുകയും ഈ യോഗനിദ്രയിൽ ആണ്ടിരിക്കുന്ന ആ സമയത്ത് വീണ്ടും ഈ പ്രപഞ്ചത്തിൻ്റെയും ബ്രഹ്മാവിൻ്റെയും എല്ലാം ഉടമയായ സ്വരൂപമായ സാക്ഷാൽ മഹാവിഷ്ണുവിനെ ആരാണ് ഉണർത്തിയത്? കാലം എന്ന ശക്തി ആദ്യം ഉണരുകയും അതിനുശേഷം സാക്ഷാൽ ഭഗവാനെ, ലോകേശ്വരനായ ഭഗവാനെ ഉണർത്തുകയും ചെയ്തു. അപ്പോൾ ഇവൾ യോഗനിദ്രയിൽ ആണ്ടപ്പോൾ ഭഗവാൻ കാലത്തിനെയാണ് ഏൽപ്പിച്ചത് എന്നെ ഉണർത്തുവാൻ വേണ്ടി. അങ്ങനെ കാലമാദ്യം ഉണരുകയും അതിനുശേഷം സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവിനെ ഉണർത്തുകയും ചെയ്തു. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധാ പ്രാബോധയത്വാം കില വിശ്വനാഥ. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ.